കാലത്ത് തന്നെ തുടങ്ങും. ഇത് വേറെ എവിടെയെങ്കിലും പോയി കളിച്ചോടോ. ഇവിടെ കിട്ടണം മനസ്സമാധാനം, വേറെ എവിടെ കിട്ടാനല്ലോ അവനപ്പാ. വെളിച്ചാവുമ്പോ ഓരോന്ന് വന്നോളും മനുഷ്യനെ മൂട്ടിപ്പിക്കാനായിട്ട്. എന്റെ പാസ്ബുക്ക് എന്തി അവിടെ ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ അതിൽ ലക്ഷങ്ങളല്ലേ. ചെലക്കല്ലേട്ടാ. ആ, ഒരു കാര്യപ്രാപ്തി ഇല്ലാതെ എന്തുകൊണ്ട് തേങ്ങക്കടത് 11-ല് 10-10 വെക്കണ്ട. അല്ലതിപ്പോ എന്തേ പറ്റിയേ? എന്തേ ഒരു പൊട്ടം കടിച്ച മാതിരി? സ്കൂളിൽ പോയ വിശേഷം ഒന്നും പറഞ്ഞില്ല. എങ്ങനെ പരിപാടി? അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ലേ? കുഴപ്പമുണ്ടായില്ലെന്ന് പറഞ്ഞാല് കുഴപ്പമുണ്ടായില്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടായില്ലെന്ന് തന്നെ, അല്ലാതെ പിന്നെ എന്തൊരു തേങ്ങ. ഞാൻ പോയിട്ടൊരു ചൂട് ചായ വാങ്ങി വരാം, അപ്പൊ ശരിയാവും. ഒരു സംസ്ഥാനം എടുക്കട്ടെ, ഇപ്പൊ ബെസ്റ്റ് ടൈമാ. സംസ്ഥാനം കാരണമായല്ലോ. മൂപ്പരെന്തോ പ്രശ്നത്തിലായി. ഇപ്പം കേൾക്കുന്ന തിരക്ക് ഒരു കാര്യം ഉണ്ടാവില്ല. പൊയ്ക്കോ. യോനപ്പേട്ട നല്ല ചൂടുള്ള ചായ, ഇതങ്ങോട്ട് കുടിക്കാൻ വയറ് ചൂടാവും, തല തണുക്കും. നീ എന്താ ആളെ കളിയാക്ക? ഇന്നലെ കുറക്ക് തീരെ ശരിയായില്ലെന്ന് തോന്നുന്നുണ്ട്. ഇതാണ്ട് കുടിച്ച് സുഖമായിട്ട് കിടന്ന് ഉറക്കോളി. കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിക്കാം. എന്തുട്ടാ നിന്റെ സൂക്കേട്? വല്ല പണിയും ചെയ്ത് മിണ്ടാണ്ട് അവിടെ ഇരിക്കാൻ നോക്കട. ഷമീറെ, ഇവിടെ വാച്ചെന്തായി? നാളെ തരാം. നാളെ? ഇന്ന് തരാം, നാളെ തരാം, മറ്റന്ന് തരാം എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? നാളെ ഷുവറായിട്ടും തരാം. ഇനി മാറ്റിയിരിക്കോ? മനുഷ്യൻ നടന്നു കാല്. ഇല്ലേ, വാച്ച് കെട്ടിയില്ലേ, ഇയാളോട് ചത്തു പോകാണല്ലോ. ആ ചെറിയന്റെ വാച്ച് നീ ഇതുവരെ കൊടുത്തില്ലല്ലേ? 2 കയ്യിലുള്ള ലോനപ്പെട്ട നന്നാക്കി നാളെ കൊടുത്തോളാം. ഓ പിന്നെ ബാക്കിയുള്ളവനെ കൂടെ 4 കൈയല്ലേ? ഒരു സാധനം കൃത്യസമയത്ത് ചെയ്ത് കൊട്ടക്കില്ല എന്നുള്ളൊരു വാശിയാ നിനക്ക്. എന്തിനാ ലോനപ്പെട്ട വെറുതെ ഓരോ കാരണം ഇന്റെ മെക്കെട്ട് കയറാൻ വരുന്നത്? മെക്കെട്ട് കയറണ ഇതോട്ടെ ലോനപ്പെട്ട നിങ്ങൾ എന്ത് വർത്താനം പറഞ്ഞു? എന്തൊക്കെ പണി അവിടെ എടുക്കണം? വാച്ച് നന്നാക്കണം, ചായ വാങ്ങിക്കൊണ്ടുവരണം, വീട്ടു സാധനം വാങ്ങണം, റേഷൻ പീടിയെ പോകണം. ഇതൊന്നും പണിയല്ല. പിന്നെ പണിയുടെ കാര്യമൊന്നും നീ പറയണ്ട. എന്തുട്ട് പണിയാടാ നീ ഇവിടെ ചെയ്യണേ? കാലത്ത് തന്നെ ഒരു സാധനം എടുത്ത് കണ്ണിൽ വെച്ച് ഈ പീടി ഇങ്ങനെ ആവാനുള്ള പ്രധാന കാരണം നീ തന്നെയാ. കള്ളപ്പണിയാണ് കള്ളപ്പണി. ലോനപ്പെട്ട നിങ്ങളുടെ പണിനെ മാത്രം പറയരുത്. പറഞ്ഞാൽ എന്തിയടാ? ഒരു പണിക്കും പോവാത്ത ആളാ പണിനെ പറ്റി വലിയ വർത്താനം പറയുന്നത്. നീ ഇപ്പൊ എന്തുകൂടെ പറഞ്ഞേ? ഞാനെന്താ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല? ഈ പീടി ഇങ്ങനെ തലയും വാലില്ലാതെ കിടക്കാനുള്ള കാരണക്കാരൻ ഞാനാ. ലോനപ്പെട്ട ഇങ്ങക്ക് പറ്റിയ പരിപാടിയല്ല ഇത്. ഒന്നിട്ട് അറിയില്ല, ഒക്കെ അറിയാന്നാ വിചാരം. പണിക്കാരന്റെ സ്ഥാനത്ത് നിൽക്കണം, അല്ലാതെ പിന്നെ നിങ്ങളൊരു